ഗാസയിൽ അതിശക്തമായ ഭക്ഷ്യക്ഷാമ മുന്നറിയിപ്പ് നൽകി ഐക്യരാഷ്ട്രസഭ. ഗാസയിലെ 96% ജനങ്ങളും കൊടും പട്ടിണിയാണ് എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഗാസയിലെ ജനസംഖ്യയുടെ 96%, അതായത് 2.15 ദശലക്ഷം ആളുകൾ അതിരൂക്ഷമായ ഭക്ഷ്യപ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷൻ ഇൻഡെക്സ് ലെവൽ അഥവാ IPC എന്ന ഭക്ഷ്യക്ഷാമം അളക്കുന്ന സൂചിക പ്രകാരം ലെവൽ 3-ലാണ് ഗാസ. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഗാസ മുനമ്പിൽ ഉടനീളം പട്ടിണിയാണെന്നും IPC റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സംഘർഷം ശക്തമായതോടെ ഗാസ മുനമ്പിൽ ഒരിടം പോലും സുരക്ഷിതമല്ലെന്നും ഏത് നിമിഷവും ഒരു ആക്രമണം സംഭവിക്കാമെന്ന ഭയപ്പാടോടെയാണ് ഓരോ മനുഷ്യരും ഗാസയിൽ അതിജീവിക്കുന്നതെന്നും UN പറയുന്നു. ഐക്യരാഷ്ട്രസഭയും മറ്റ് മനുഷ്യാവകാശ സംഘടനകളും നൽകുന്ന സഹായം പോലും ഗാസയിലെ കുരുന്നുകളുടെ വിശപ്പടക്കുന്നില്ലെന്നതാണ് വാസ്തവം. 2023 ഒക്ടോബർ 7 ആരംഭിച്ച ഇസ്രായേൽ ആക്രമണം 9 മാസമായി തുടരുകയാണ്. വീട് വിട്ട് പലായനം ചെയ്തവരും പലായനത്തിനു പോലും സമയം ലഭിക്കാതെ ആക്രമണത്തിനിരയായവരും ഗാസയിലെ യുദ്ധബാക്കിയാണ്. ബോംബാക്രമണത്തിൽ ദിനംപ്രതി 10 കുട്ടികൾക്കെങ്കിലും അംഗവൈകല്യം സംഭവിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ. ഒരു ഇടപെടലിനും തടയാൻ സാധ്യമാകാത്ത വിധം ഗാസയിൽ സംഘർഷം തുടരുമ്പോൾ മാനുഷിക പരിഗണന പോലുമില്ലാതെ കൊടും പട്ടിണിയിലാണ് ഗാസയിലെ ജനങ്ങൾ. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.